സഹിൻ വിവരങ്ങൾ. ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് സൈഫുനിസ മനസ്സിലാക്കേണ്ടത്. 37 കൂട്ടബലാത്സംഗം 1 മുതൽ 3 വരെ ദിലീപ് കുറ്റവിമുക്തനായി മാറിയിരിക്കുന്നു. സൈഫുനിസ ഈ ഘട്ടത്തിൽ കോടതി പരിസരത്ത് വലിയ പ്രതികരണങ്ങളും പ്രോസിക്യൂഷൻ വലിയ തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും വലിയ തിരിച്ചടിയാണ് തന്നെ ഇതിനെ കാണേണ്ടി വരും. ദിലീപിനെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെറുതെ വിട്ടിരിക്കുന്നു. ദിലീപിന്റെ ആരാധകരും മറ്റു ആളുകളുമെല്ലാം ഇവിടെ ഈ കോടതി മുറ്റത്ത് അവര് വലിയ സന്തോഷം പങ്കുവയ്ക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഈ കാണാൻ കഴിയുന്നത്. ദിലീപിനെ വെറുതെ വിട്ടിരിക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂട്ടബലാത്സംഗമോ അല്ലെങ്കിൽ ഗൂഢാലോചനയോ ഒന്നും തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കാരണം ആദ്യ കുറ്റപത്രത്തിലെ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്കെതിരെ ഭാഗികമായെങ്കിൽ പ്രോസിക്യൂഷന് ജയിക്കാൻ കഴിഞ്ഞു. പക്ഷേ പിന്നീട് നടന്ന കാര്യങ്ങളിൽ, പിന്നീടുണ്ടായിരുന്ന കുറ്റപത്രങ്ങളിലും കുറ്റപത്രം ആഡ് ചെയ്തതിലുമെല്ലാം പ്രോസിക്യൂഷന് വലിയ പരാജയം സംഭവിച്ചിരിക്കുന്നു. ദിലീപിനെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്. സൈഫുനിസ, തീർച്ചയായും ഈ കേസിൽ ഏറെ നിർണായകമായത് ദിലീപിനെ എന്തായിരിക്കും ശിക്ഷ എന്നുള്ളതായിരുന്നു. പക്ഷേ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു, വെറുതെ വിട്ടിരിക്കുന്നു. സുനിൽ NS എന്ന പൾസർ സുനി, മാർട്ടിൻ ആന്റണി, B മണികണ്ഠൻ, VP വിജീഷ്, H സലീം, പ്രദീപ് എന്നിവരാണ് ഈ കേസിൽ കുറ്റക്കാരാണ് എന്ന് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ 7ാം പ്രതി ചാർലി തോമസിനെ, 8ാം പ്രതിയായ നടൻ ദിലീപ്, P ഗോപാലകൃഷ്ണൻ എന്ന ദിലീപിനെയും ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ആദ്യ കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്ന 1 മുതൽ 6 വരെ പ്രതികൾ, നമുക്ക് ആ പ്രതികളുടെ പേര് തന്നെ നോക്കാം. പൾസർ സുനി, മാർട്ടിൻ, മണികണ്ഠൻ, വിജീഷ്, സലീം, പ്രദീപ്, ഈ 6 പേരും കുറ്റക്കാരായിരുന്നു. പക്ഷേ പിന്നീട് ആഡ് ചെയ്തിരുന്ന കാര്യങ്ങളിൽ പ്രോസിക്യൂഷന് വലിയ പാളിച്ചകൾ സംഭവിച്ചിരിക്കുകയാണ്. ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ബലാത്സംഗത്തിൽ ദിലീപിന് പങ്കില്ല. ദിലീപ് കുറ്റവിമുക്തനായി മാറിയിരിക്കുന്നു. സഹിൻ തിരിച്ചെത്താം.